എൻ്റെ ചോദ്യം, നമ്മൾ ഗലേഷ്യൻസ് 5:22 ഇപ്പോൾ വായിച്ച ഒരു കാര്യമാണ്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അപ്പോൾ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് പറയുമ്പോൾ നമ്മളതിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ലാതെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങൾ. ഇപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ വെളിയിലൊരു വ്യക്തിയും സ്നേഹിക്കാനറിയാം, ഒരു ചൈൽഡ് ഓഫ് ഗോഡിനും സ്നേഹിക്കാനറിയാം. അപ്പോൾ നമ്മളുടേതായിട്ട് പലരുടെയും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഇപ്പോൾ സ്നേഹം, സന്തോഷം ഇതൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുമുണ്ട്, അതില്ലാത്ത ആൾക്കാരുമുണ്ട്. അതായത് വേറൊരു രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനിൽ നമുക്ക് അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ചിലർ പറയുകയാണ് ഞാൻ ഓൾറെഡി എല്ലാവരെയും സ്നേഹിക്കുവാണ്, അങ്ങനെ പറയുമ്പം, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി എല്ലാവർക്കും ഇപ്പോൾ ദാനധർമ്മം ചെയ്യുന്നതും ഒക്കെ വേറൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്, നോട്ട് ജസ്റ്റ് ദ ചൈൽഡ് ഓഫ് ഗോഡ്. അപ്പോൾ ഒരു യങ്ങർ ജനറേഷന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്താണെന്നും, അല്ലാതെ ഓൾറെഡി നമ്മളുടെ ഇൻബോൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിലും ഇത് കാണാം, അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? Yes, thank you, Krishnamale. Well, the answer I am going to give you may not be very interesting to you, or may not be acceptable to you, or may not be something that you would have heard by so far. ഞാൻ പറയുന്ന ആൻസർ ഒരു പക്ഷേ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആൻസർ ആയിരിക്കണമെന്നില്ല. ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വേർഡ്സാണ്. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വേർഡാണ്. എ ബിബ്ലിക്കൽ ടെർമിനോളജി ഹാസ് എ ബിബ്ലിക്കൽ മീനിങ് which is not the meaning in the world outside. സ്നേഹിക്കുക, ഈ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്തുവാ? അവിടെ ഒരു മേജർ ഡിഫറൻസ് പറയുന്നത് ബൈബിളിൽ സ്നേഹമെന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു തിയോളജിക്കൽ അപ്രോച്ചസ് അതിനെപ്പറ്റി നടത്തുമ്പോൾ, ഇപ്പം ഗ്രീക്കിൽ 4 വ്യത്യസ്തമായ വേർഡ്സ്, അതിൽ കൂടുതലുണ്ട്, പെർമനൻ്റായി 4 വ്യത്യസ്തമായ വേർഡ്സ് ഉണ്ട് സ്നേഹം എന്ന ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന. ഇതിൽ ലാസ്റ്റ് പറഞ്ഞ അഗപ്പ എന്ന വേർഡാണ് ബൈബിളിലെ സ്നേഹം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നിർത്തും. പക്ഷെങ്കിൽ ബൈബിൾ അഖ്വ എന്ന് പറഞ്ഞിരിക്കുന്നതും അഖവറ്റഖ എന്ന് ചോദിക്കുന്ന വേർഡിന് ഇത് മാറ്റിക്കും വേറെ ഇതാ. ഈ ഗ്രീക്കിൽ പറഞ്ഞ 4 വേർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ ദ ബിബ്ലിക്കൽ മീനിങ് ഓഫ് ദ ടേം ലവ്? ലവ് എന്നതുകൊണ്ട് ബൈബിളിൽ ഉദ്ദേശിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതേതല്ല നമ്മൾ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന എറോസ് എന്നോ ഫിലിയ എന്നോ അല്ലെങ്കിൽ അഗപ്പ എന്നോ എന്ന് പറഞ്ഞ ഈ വേർഡ്സ് ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടെർമിനോളജി, വിശ്വാസം, നിനക്ക് വിശ്വാസം വേണം, വിശ്വാസം വേണം, വിശ്വാസം വേണം. ഓക്കെ, എന്തുവാ വിശ്വാസം? ഗോ ടു കേംബ്രിഡ്ജ് ഡിക്ഷണറി. കേംബ്രിഡ്ജ് ഡിക്ഷണറി പറയും ദാറ്റ് വിച്ച് ഹാസ് നോ എവിഡൻസ്. ദാറ്റ് വിച്ച് ഹാസ് നോ എവിഡൻസ്, അതാ ഫെയ്ത്ത്. ബൈബിളിൽ അങ്ങനെയാണോ? അല്ല. ബൈബിളിലെ എമുന എന്ന വേർഡിൻ്റെ അർത്ഥം ദാറ്റ് വിച്ച് ഈസ് എവിഡൻസ് ബേസ്ഡ് എന്നാണ്. എൻ്റെ ഓപ്പോസിറ്റ് ആയില്ലയോ? ദാറ്റ് വിച്ച് ഈസ് എവിഡൻസ് ബേസ്ഡ് എന്നാണ്. ഇനി ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദർ ഈസ് നോ ആക്ഷൻ. ദർ ഈസ് നോ ആക്ഷൻ. നിങ്ങളെങ്ങനെ ജീവിക്കും? നിങ്ങൾ വിശ്വാസത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരുന്ന് കഴിക്കില്ല, നിങ്ങൾ വിശ്വാസത്തിലുള്ള രോഗശാന്തി. അർത്ഥം എന്താ? മരുന്ന് കഴിക്കേണ്ടത്. എങ്ങനെയാണ് ജീവിക്കുന്നത്? ജോലി വല്ലതും ഉണ്ട്? ഇല്ല, ഞങ്ങൾ വിശ്വാസത്തെ ജീവിക്കുക. അപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഉദ്ദേശിച്ചത്? ഒന്നും ചെയ്യുന്നില്ല. ദർ ഈസ് നോ ആക്ഷൻ ഇൻവോൾവ്ഡ്. ബട്ട് നമ്മൾ പറയുന്ന വിശ്വാസം ബൈബിൾ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്നുള്ളതാണ്. എന്തോ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഫുള്ളി ആക്ഷൻ ബേസ്ഡ്. ഫുള്ളി ആക്ഷൻ ബേസ്ഡ്. നോ ആക്ഷൻ നോ ഫെയ്ത്ത്. നോ ആക്ഷൻ നോ ഫെയ്ത്ത്. അപ്പോൾ നമ്മൾ ബൈബിളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ബൈബിൾ പറഞ്ഞു കൊടുക്കാതെ നമ്മൾ ആളുകൾക്ക് ഈ ലോകത്തിലെ അർത്ഥത്തിലെ ആ കാര്യം മനസ്സിലാകത്തക്ക രീതിയിൽ പറയുമ്പോൾ വി തിങ്ക് ദേ നോ ഇറ്റ്. ഗെറ്റ് മീ? ഒരു പക്ഷേ എൻ്റെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രാർത്ഥന. പ്രാർത്ഥന എന്നർത്ഥം തരുന്ന 3 വേർഡ്സേ ബൈബിളിലുള്ളൂ.
നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം സെക്കൻഡ് ടീമിലാണ്, നിങ്ങളുടെ ടീമിൻ്റെ ഏതോ ടീമിൽ ആരാധനയെ പറ്റി ആരാധന എന്ന് പറയുമ്പം നമ്മൾ ആരാധിച്ചു, ഡ്രം അങ്ങോട്ട് മുറുക്കി ഈ കുന്തം അങ്ങോട്ട് റെഡിയാക്കി അങ്ങ് ആരാധിച്ചു. എന്തോ ആരാധന? ഷക്ക് ആക്കുന്ന വേർഡിന് വീണ് നമസ്കരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആരാധന എന്ന ഈ സംഗതി നടക്കുന്നത്, നമ്മുടെ കൂടി ഒരു ആരാധന നടക്കുന്നില്ല. നമ്മളെന്തിനാണ് പറയുന്നത് ആരാധന എന്ന? അപ്പം ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, നമ്മൾ ആദ്യം ഇത് ബൈബിളിലാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ ലവ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിക്ഷണറി കാണുന്ന ലവ് അല്ലെന്നും, ബൈബിൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഡിക്ഷണറിൽ കാണുന്ന ഫെയ്ത്ത് അല്ലെന്നും, ബൈബിളിൽ പീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന നീ അങ്ങ് ഉണ്ടായിരുന്ന സമാധാനം ഉണ്ടാകുമല്ലോ എന്ന് പറയുന്ന ആ സമാധാനം അല്ലെന്നും ബിബ്ലിക്കൽ ടെർമിനോളജീസ് മനസ്സിലാക്കണം ആദ്യം. ബിബ്ലിക്കൽ ലാംഗ്വേജ് ആൻഡ് ബിബ്ലിക്കൽ ടെർമിനോളജീസ് മനസ്സിലാകാത്ത ആളുകൾ ഈ കാര്യം ചെയ്തു കഴിയുമ്പം, ഞാൻ ദീർഘിപ്പിക്കാൻ ക്ഷമിക്കണം, ഒരു ചെറിയ എക്സാമ്പിൾ പറയാൻ പോവാം. ഞാൻ മുമ്പ് ലണ്ടനിലൊരു ചർച്ചിലായിരുന്നു. ഞാൻ ആ ചർച്ചിലെ അഡ്മിനിസ്ട്രേഷന് ചുമതലയുണ്ട്. അപ്പോൾ ഒരു ദിവസം പാസ്റ്റർ പ്രസംഗിച്ചു, നിങ്ങൾ വെറും കൈയോടെ ദൈവസന്നിധിയിൽ വരരുത്, നിറഞ്ഞ കരങ്ങളോട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ വന്നെങ്കിലേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഗംഭീരം. തിങ്കളാഴ്ച രാവിലെ ചർച്ച് പിരിഞ്ഞോടുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നോക്കിയപ്പം ചർച്ച് ബിൽഡിങ്ങിൻ്റെ അവിടെ വലിയൊരു ബോക്സിനകത്ത് ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പം അഴിച്ചു നോക്കി, നമ്മുടെ ചർച്ചിലെ മെമ്പറായിരുന്ന ഒരു കാട്ടു പഞ്ചാബിയാണ് കൊണ്ടുവച്ചത്. അതിനകത്തുള്ളത് ഒന്ന്, ഒരു ജോഡി ചപ്പൽ, വെറും ചപ്പൽ, നല്ല മനോഹരമായ ചപ്പൽ. ദൈവം നടക്കണം എന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കുകയല്ലേ ഫുൾ ടൈം. പിന്നെ നല്ല കട്ടിങ് ചുവപ്പിലുള്ള ഒരു ടവൽ മുഖം തുടയ്ക്കാനാണ്. പിന്നെ കുറച്ച് ജിലേബിയും 2-3 സമോസയും ഒക്കെ, ഇങ്ങനെ ഐറ്റം കൂടുതലുണ്ട്. പിന്നെ നല്ലൊരു കൂപ്പി. ദൈവദന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. മനസ്സിലായോ? അപ്പോൾ ദൈവസന്നിധിയിൽ വെറും കൈ അവിടെ വരരുതെന്ന് പറഞ്ഞപ്പോൾ ഈ കാട്ടു പഞ്ചാബിക്ക് എന്തേ മനസ്സിലായുള്ളൂ? അവൻ നേരത്തെ എവിടെ പോയിക്കൊണ്ടിരുന്നതാണ്. അവിടെ പോരുന്നപ്പോൾ എന്താ കൊടുത്തിരുന്നത്? ഇതൊക്കെയാണ് കൊടുത്തിരുന്നത്. അതേ ഇവിടെ കൊടുത്താലും മതിയെന്ന്. അപ്പം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് ബൈബിളിക്കൽ ടെർമിനോളജി എന്ന് എടുത്തിട്ട് അത് മനസ്സിലാക്കി കൊടുക്കാത്തത്തോളം കാലം നമ്മൾ ആളുകളോട് പറയും, സ്നേഹിക്കാൻ പറയും. അവരെന്ത് വിചാരിക്കും? അത് അഗപ്പയാണെന്നോ, അല്ലെങ്കിൽ എറോസ് ആണെന്നോ, അല്ലെങ്കിൽ ഫിലോസ് ആണെന്നോ, അല്ലെങ്കിൽ സംതിങ് എൽസ് എന്ന് ചിന്തിക്കും. ബൈബിളിൽ സ്നേഹം എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ബിബ്ലിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ ദൈവം എന്ന് പറയുന്നത്, അതിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഏത് ദൈവം? ഞങ്ങൾക്കും ദൈവമുണ്ട്. ആദിയിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചെന്ന് പറഞ്ഞ് ഏത് ദൈവം സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബറഷീത്ത് ബാറ എലോഖീം. ബറഷീത്ത് ബാറ എലോഖീം. എലോഖ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ. എലോഖയീം എന്ന് പറഞ്ഞാൽ 2 പേര് ദൈവം, 2 ആളത്വങ്ങളാണ്. 3 അതിലധികം വരുന്നിടത്താണ് എലോഖീം. ആദിയിൽ ത്രിയേക ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോഴും ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പം ഏത് മതക്കാരൻ എന്താ പറയും? ഞങ്ങളുടെ പുള്ളിയാണല്ലോ അത്, ഇല്ലേ? ഞങ്ങളുടെ പുള്ളിയാണല്ലോ, ഞങ്ങളുടെ കൂടെ സ്നേഹിക്കാൻ പറഞ്ഞല്ലോ, ഇല്ലേ? ഞങ്ങളുടെ കൂടെ ആരാധിക്കാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ. ബൈബിളും അതിലെ ടെർമിനോളജിയും ദി റെസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസും ടെർമിനോളജി തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പ്രാപ്തരാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സ്റ്റഡീസിലെ പ്രോബ്ലം. ദാറ്റ് ഈസ് മൈ ആൻസർ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചോദ്യം ചിലപ്പോൾ സ്റ്റുപ്പിഡ് ആയിരിക്കും, എങ്കിലും ആൻസർ പ്രതീക്ഷിക്കുന്നു. നമ്മളൊരുവൻ ക്രിസ്തുവിലായാൽ പിന്നെ അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ്റെ കഴിഞ്ഞ കാലത്തുള്ള സകല പാപങ്ങളെയും കർത്താവ് കഴുകി രക്താംബരം പോലുള്ള എല്ലാം ഹിമം പോലെ വെളുപ്പിച്ച് തരും. ഇങ്ങനെ രക്ഷ പ്രാപിച്ച് ഒരു ദൈവപൈതൽ 2 വ്യക്തികൾ ഒന്നിച്ചു കൂടി വിവാഹം കഴിച്ചൊരു കുഞ്ഞുണ്ടായാൽ അതിലേക്ക് പാപം വ്യാപരിക്കുന്നത് എങ്ങനെയാണ്? അതിലേക്ക് പാപം വ്യാപരിക്കുന്നത് ആ കുഞ്ഞ് നന്മതിന്മകളെ പറ്റി തിരിച്ചറിയുന്ന പ്രായമാകുമ്പോൾ ആ കുഞ്ഞ് നന്മയേക്കാളധികം തിന്മയെ സ്വീകരിക്കുന്നു. അമ്മപ്പോഴാണ് പാപം വരുന്നത്. കാരണം ക്രിയേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 ഫാക്ടേഴ്സാണ്. ഒരു സൃഷ്ടിപ്പിൽ 2 ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാണ്.
ഒന്ന് എത്സർ ഹാര എന്നും മറ്റേത് എത്സർ തോവ് എന്നും പറയും. എത്സർ ഹാര എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യാനുള്ള പ്രവണത. എത്സർ തോ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാനുള്ള പ്രവണത. 4 സൈക്കിളിൽ കൂടാണ് ഒരു ഇൻഡിവിജ്വലി ഭൂമിയിൽ ജനിക്കുന്നത്. 4 സൈക്കിൾസിൽ കൂടെയാണ്. ആ 4th ബർത്ത് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇയാൾ ഏത് എലമെൻ്റാണോ പെർമനൻ്റ് ആയത് അതിനനുസരിച്ചാണ് ഇയാൾ പാപമാണോ പെരുകുന്നത് അല്ല നന്മയാണോ പെരുകുന്നുള്ളത്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ പാപം ഉണ്ടെന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു പഠിപ്പീരുമായിട്ട് അതെങ്ങനെ അമ്മയുടെ ഉദരത്തിൽ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചെന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു പാപിയായിരുന്നാണ്. അതായത് ആദാമ്യ പാപത്തിൻ്റെ ആ ലൈനിൽ ഞാൻ ജനിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഞാൻ അന്നേരം പാപിയാണെന്നല്ല. പാപം തിരിച്ചറിയുന്ന സമയത്ത് അതിനുപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ പാപിയായിട്ട് മാറുകയാണ്. പിന്നെ എനിക്ക് രക്ഷിതാവ് വേണം. അത് നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള പ്രായം എത്തിക്കഴിയുമ്പം അതുവരെ അത് ബാധകമല്ല. താങ്ക് യു. എനിക്കൊരു ക്ലിയർ ആയിട്ടില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. സാർ പറഞ്ഞ് ഈ പരിജ്ഞാനമില്ലാത്തവന് കൃപാവരം ലഭിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൃപാവരം പരിജ്ഞാനമില്ലാത്തവന് ദൈവം കൈമാറുമോ? Well, that's a fantastic question. Please be seated. ദൈവം എന്തിനാ കൃപാവരം കൈമാറുന്നത്? ദൈവം കൃപാവരം കൈമാറും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വളരാനാണ്. പക്ഷെ പറ്റുന്ന പ്രോബ്ലം നമ്മൾ എന്തെന്നറിയാമോ? യാക്കോബിൻ്റെ ലേഖനവും 2 പത്രോസ് എടുത്ത് വായിക്കണം. 2 പത്രോസ് 1-ാം അധ്യായം 3-ാം വാക്യം എന്നുള്ള വാക്യം വായിച്ചോണം. സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പുത്രനെ പറ്റിയുള്ള പരിജ്ഞാനം, ആ പരിജ്ഞാനത്തിൽ നമുക്ക് കിട്ടുന്നതാണ് ഏത് കൃപാവരങ്ങളെന്ന് പറയുന്നത്. ആ പരിജ്ഞാനത്തിലാണ് കിട്ടുന്നത്. അപ്പം ഇത് കിട്ടിക്കഴിയുമ്പോൾ സംഭവിക്കുന്നത് 2 ചോയ്സ് ഉണ്ട്. ഒന്ന് പരിജ്ഞാനത്തിൽ വളരാം, മറ്റൊന്ന് അഹങ്കാരത്തിൽ പ്രൈഡിൽ വളരാം. പ്രൈഡിൽ വളരുമ്പോൾ പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. ഗോട്ട് ദ പോയിന്റ്. പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. ഇപ്പം ഞാൻ ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു പാവം ദൈവം അവൻ്റെ പ്രാർത്ഥന കണ്ട് പുള്ളി രക്ഷിക്കപ്പെട്ട് വന്ന പോലെ കർത്താവേ എനിക്ക് അമേരിക്ക ഇങ്ങനെ പ്രാർത്ഥിക്കുക. കാര്യം എങ്ങനെയെങ്കിലും അമേരിക്ക പോയി കിട്ടിയാൽ അവിടുന്ന് സ്വർഗത്തിലോട്ട് വന്ന് പെട്ടെന്ന് അങ്ങ് പോകാമല്ലോ, ഇച്ചിരി ഡിസ്റ്റൻസ്. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം തീരുമാനിച്ചു ഇദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാം. അപ്പം അമേരിക്കയിൽ വേൾഡ് കോൺഫറൻസ് നടക്കുന്നിടത്ത് ഒരു 100 പേരെ വിളിച്ചപ്പം ഇദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയപ്പോഴത്തേക്ക് എന്നെപ്പറ്റി ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടെന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് അമേരിക്കയിൽ നിന്ന് വിളി വരുമെന്ന് പുള്ളി പെട്ടെന്ന് പോയി ഒരു 10-50 ലക്ഷം രൂപ ആരണ്ടെന്ന് മറിച്ചിട്ട് ഞാനേ അമേരിക്കയിൽ നിന്ന് പോയി വന്ന ഉടനെ തരാം. എന്നിട്ടെന്നറിയാമോ, ഒരു വലിയ പ്രോപ്പർട്ടിയൊക്കെ മേടിച്ച് വലിയൊരു കെട്ടിടത്തിനൊക്കെ അടിത്തറയിട്ടിട്ട് പുള്ളി പോവുക. പുള്ളിയുടെ മനസ്സിൽ കാര്യം എന്തോ, ഇനി അമേരിക്കയിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കുള്ള കെട്ടിടം, പിന്നെയുള്ള കാറ്, പിന്നെയുള്ള പത്രാസ്, മനസ്സിലായോ? ഇതൊക്കെയാണ് മനസ്സിലായി. അപ്പോൾ എന്ത് പറ്റി? വലുതും ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ ലഭിച്ചപ്പോൾ ആ വാഗ്ദത്തം നിന്നെ കർത്താവിനെ പോലെ ഹമ്പിളാക്കുന്നതിന് പകരം നിന്നെ സാത്താനെ പോലെ പ്രൗഡാക്കി തീർത്തു. ദൈവം എന്തിനാ കൃപ നൽകിയത്, കൃപാവരം നൽകിയത്, വാഗ്ദത്തം നൽകിയത്? പരിജ്ഞാനത്തിൽ വളരാൻ. പരിജ്ഞാനത്തിൽ വളരുന്നതിന് വേണ്ടി വാഗ്ദത്തം ലഭിച്ച ആളുകൾ പരിജ്ഞാനത്തിൽ വളരാതെ പ്രൈഡ് തന്നിൽ വളരാൻ അനുവദിക്കുമ്പോൾ അത് അവരുടെ ചോയ്സാണ്. ദൈവത്തെ സംബന്ധിച്ചോളം ദാനങ്ങളെ കൊടുക്കുക എന്നുള്ളത്, തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം കൊടുക്കുക എന്നുള്ളത് ദൈവം അങ്ങനൊരു പിതാവായോണ്ട് ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ചോയ്സാണ് ദൈവം തന്ന കൃപാവരങ്ങൾ കൊണ്ട് നമ്മൾ വളരണോ മുടിയണോ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. ഈ ക്വസ്റ്റ്യൻ ബാലിശമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ദൈവത്തോടുള്ളൊരു മറുതലിപ്പായിട്ട് ഈ ചോദ്യം ഉണ്ടാവരുതേ. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഈ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ്റെ തലമുറയെ ദൈവം മാനിക്കും, അവരെ ദൈവം സൂക്ഷിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്ന കണ്ട് എൻ്റെ ഉള്ളിൽ വലിയൊരു സംശയമാണ്. ഈ ഇംഗ്ലണ്ടിൻ്റെ പ്രദേശത്തു നിന്ന് വില്ലങ്കേരി ഉൾപ്പെടെയുള്ള ഒത്തിരി മിഷണറിമാർ ഇന്ത്യയിലേക്ക് വന്നു, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, ദൈവിക പ്രവൃത്തികൾ ചെയ്തു, അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടി. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ
സുവിശേഷ പ്രതിയുമായിട്ട് പലയിടങ്ങളിൽ അത് വിതരണം ചെയ്യാൻ പോകുമ്പോൾ പല പള്ളികൾ അടഞ്ഞു കിടക്കുന്നത് കണ്ടു. പല പള്ളി കോമ്പൗണ്ടുകൾ വാടകയ്ക്ക് കാർ നിർത്താൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ആ പള്ളി മുന്നിടത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി ഈ രാജ്യത്തു നിന്ന് ഇങ്ങനെ മിഷണറിമാർ വന്ന് മറ്റു രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സുവിശേഷീകരിക്കാൻ വന്നപ്പോൾ എന്തുകൊണ്ട് ഈ രാജ്യം ദൈവമില്ലാത്ത തലമുറയായിട്ട് മാറി? കർത്താവ് അത് നീതിയായിട്ട് കണക്കിട്ടില്ലേ? അവരിത്രയും കർത്താവിന് വേണ്ടി അധ്വാനിച്ച് മറ്റ് രാഷ്ട്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഒരു കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഇന്ന് ബാറുകളിലും പബ്ബുകളിലും പോയി ഞാൻ പലരോട് എൻ്റെ ജോലി സ്ഥലത്ത് പോലും സുവിശേഷം പറയുമ്പോൾ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരെയാണ് കൂടുതൽ കാണുന്നത്. ഈ രാജ്യത്തിന് ഇങ്ങനെ ഒരു അധപതനം ഉണ്ടായത് അത് ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ ഉള്ള വിശ്വാസക്കുറവാണോ അതോ എന്താണെന്ന് എനിക്ക് ആ ചോദ്യം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഈ രാജ്യത്തിന് ഇങ്ങനെ ഒരു അധപതനം സംഭവിച്ചു? അപ്പോൾ ബ്രദറിന് ആ ചോദ്യം പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് ഉത്തരം പൂർത്തീകരിക്കാൻ ഒക്കത്തില്ല. അപ്പം പ്രശ്നം തീർന്നില്ലേ? യു കുഡിൻ കംപ്ലീറ്റ് യുവർ ക്വസ്റ്റ്യൻ ആൻഡ് ഐ കനോട്ട് കംപ്ലീറ്റ് ദി ആൻസർ. അപ്പോൾ പ്രോബ്ലം തീർന്നല്ലോ, ഇല്ലയോ? കാരണം അത് ഇങ്ങനത്തെ എത്രയോ സെഷൻസ് ഇരുന്നാൽ പരിഹാരം കാണാൻ കഴിയാത്ത ഒരു ഉത്തരമാണ്. അവിടെ വൺ വേർഡ് ആൻസർ ഇല്ല. അതിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെ അതിൻ്റെ മുഴുവനായിട്ട് എടുത്തിട്ട് ഞാൻ ഈ തിയോളജിക്കൽ ഫാലസീസ് എന്ന കാര്യം പറഞ്ഞത്. ഇനി ഞാൻ രണ്ട് കാര്യം അതിനോട് ചേർന്ന് ഉത്തരമാകത്തില്ല കേട്ടോ, ഉത്തരമാകത്തില്ല. കാര്യം ഉത്തരം അത്ര പെട്ടെന്ന് കിട്ടുന്ന അല്ലാത്തതാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ നല്ല ഹെൽത്തിയായ ഒരു മനുഷ്യനാണ്, 6 അടി സംതിങ് ഉണ്ട്, നല്ല 86 സംഗതി കൊണ്ട് ഗംഭീര കക്ഷിയാണ്. പട്ടാളത്തിൽ ചെന്നപ്പം അണിവിരലിൻ്റെ ഒരറ്റം മുറിഞ്ഞു പോയി. ഇല്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാ കാര്യം ചെയ്യാൻ കഴിയും. നിങ്ങളെ പട്ടാളത്തിൽ എടുക്കുമോ? എടുക്കത്തില്ല. നിങ്ങൾ അത് കളയുന്നേ. എനിക്ക് വെടിവെക്കാനറിയാം, ചാടാനറിയാം, മറിയാനറിയാം, കൂത്താനറിയാം, വെട്ടാനറിയാം. അല്ല, യു ആർ ഇംപെർഫെക്റ്റ്. ആം ഐ റൈറ്റ്? ഇംപെർഫെക്റ്റ്, നോട്ട് അപ് ടു ദ മാർക്ക്. അങ്ങനെയാണെങ്കിൽ വിസ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അത് 7-fold വിസ്ഡം, അല്ലെങ്കിൽ അതിനെ നമുക്ക് സ്പെക്ട്രം അനാലിസിസ് ഓഫ് വിസ്ഡം എന്ന് പറയും. സ്പെക്ട്രം അനാലിസിസ്. ഈ സ്പെക്ട്രം അനാലിസിസിൻ്റെ പ്രോബ്ലം 7 കാര്യങ്ങളിൽ നിങ്ങൾ പ്രപ്പോർഷനേറ്റ്ലി വൈസ് ആയിരിക്കണം. 7 കാര്യങ്ങളിൽ പ്രപ്പോർഷനേറ്റ്ലി വൈസ് ആയിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നിങ്ങൾ ഭയങ്കര വയസ്സായിരുന്നു, നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നതിൽ ഭയങ്കര വ്യാപൃതനായിരുന്നു, അതിഗംഭീരമായിട്ട്. പക്ഷെന്നുണ്ടെങ്കിൽ there were other 6 areas of life in which you acted very, very, very foolishly. നിങ്ങൾ ഒരു ഏരിയയിൽ പ്രപ്പോർഷനേറ്റ്ലി വൈസ് അല്ലെങ്കിൽ മറ്റുള്ള 6 ഏരിയയിൽ ഞാൻ വൈസായി എന്ന് പറയുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പ്ലാൻസ് നിങ്ങളിൽ ഫുൾഫിൽഡ് ആകത്തില്ല. നമ്മുടെ പെൻറ്റക്കോസ്റ്റൽ ഫാദേഴ്സിന് ഒരുപാട് പേർക്ക് പറ്റിയ പ്രോബ്ലം, അവർ ഈ തീഷ്ണത അങ്ങോട്ട് കയറിയിട്ട്, മനസ്സിലായോ? അപ്പം ചിലരാന്ന് പറയുന്നത്, അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി മേടിക്കാനുള്ള പൈസ പോലും കൊടുക്കാതെ ഞാൻ കർത്താവിന് വേണ്ടി ചെലവഴിച്ചു. എന്നോട് ആരും അങ്ങനെ ചെയ്യാൻ? തനിക്കുള്ളതിനും സ്വന്തം കുടുംബത്തിനുവേണ്ടി കരുതാത്തവൻ വിശ്വാസം വിട്ടുകളഞ്ഞ പാവിയെക്കാട്ടിൽ അധമനാകുന്നു. കൊച്ചവിടെ കഞ്ഞി കുടിക്കാതെ കരയുക, നീ സ്വോത്രാഴ്ച കൊടുക്കണമെന്ന് പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുവരിക. ഡു യു തിങ്ക് ഗോഡ് ഈസ് പ്ലീസ്ഡ്? ഒന്നാമത്തെ കാര്യം, വിസ്ഡം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 7-fold വിസ്ഡം ഓഫ് ഗോഡ്. സ്പെക്ട്രം അനാലിസിസ് ഓഫ് വിസ്ഡം. എന്തിനാ ദൈവം നമ്മളെ ദൈവവൈതനാക്കിയത്? What is the last purpose of God's calling us to become a child of God? So that you could be manifesting the 7-fold wisdom of God at this moment when you are on this earth, to the powers and principalities in heavenly places, so that God's name will be pleased in you now, so that on that day, God will be pleased in you. ദൈവത്തിൻ്റെ 7-fold വിസ്ഡം നിങ്ങളിൽ ഓൾഡ് 7-fold വിസ്ഡം നിങ്ങളിൽ മാനിഫെസ്റ്റഡായിട്ട് ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നിങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം നിങ്ങളിൽ ഇപ്പോൾ സ്വർഗത്തിൽ മഹത്വപ്പെടുകയും
ആ നാളിൽ ദൈവം നിങ്ങൾക്ക് തൻ്റെ മഹത്വം തരികയും ചെയ്യും. When was the last time you heard about it? സ്പെക്ട്രം അനാലിസിസ് ഓഫ് വിസ്ഡം എന്തുവാ? ഇപ്പം നമ്മുടെ കാര്യം കേട്ടോണം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഡോക്ടറാകണം, നേഴ്സാകണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറാകണം. ഈ കൊച്ചിനെ പഠിപ്പിച്ചെന്ന് അറിയാമോ, വലിയ മുട്ടൻ ഡോക്ടറാക്കുമെന്നേ, നല്ല കാർഡിയോളജിസ്റ്റ് എന്തോളജിസ്റ്റൊക്കെയാ. ഇതിനെ കെട്ടിച്ച് വിട്ട 3 ദിവസം ഒരുത്തിൻ്റെ കൂടെ ചൊവ്വ ഓർക്കുകയില്ല. ഒന്നിൽ അവൻ ഓടിപ്പോ, അല്ലെ അവൻ ജീവനം കൊണ്ട് ഓടിക്കളയും. ഇന്നെ ബുദ്ധിയില്ലയോ? ചെക്കന്മാരെ പഠിപ്പിച്ച് അവൻ അവസാനം കമ്പ്യൂട്ടറിന് അങ്ങേ അറ്റത്തെ കമ്പ്യൂട്ടറായി. മനസ്സിലായി? പിന്നെ ലൈഫ് എന്തുവാ? ഇംഗ്ലീഷിൽ അറ്റ് 6s and 7s എന്നൊരു ഫ്രേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറ്റ് 6s and 7s എന്ന് പറഞ്ഞാൽ എല്ലാം മുടിഞ്ഞ് മുണ്ടക്കോല് വെച്ച് കിടക്കുന്നില്ല ഇംഗ്ലീഷിൽ പറയുന്നത്. ഈസ് അറ്റ് 6s and 7s എന്ന് പറഞ്ഞാൽ തകർന്നരിപ്പണമായിപ്പോയി. പക്ഷെ ഭയങ്കര കമ്പ്യൂട്ടറാണ്. ബൈബിൾ ക്ലാസ്സും കൊടുത്തു കഴിഞ്ഞു എൻ്റെ കർത്താവ് സ്വർഗം പൊട്ടി താഴെ വീഴും. അങ്ങനത്തെ ബൈബിൾ ക്ലാസ്സാണ്. പെമ്പറന്ന് വെച്ച് ചിന്തിക്കും, ഇയാൾ ഇവിടെ തന്നെ നിന്നച്ചാൽ മതിയായിരുന്നു, വീട്ടിലോട്ട് വരണ്ടായിരുന്നു. മനസ്സിലായില്ലല്ലോ? കേരളക്കരയിൽ അറിയപ്പെടുന്ന ഒരു കാലത്ത് പുള്ളിയെ പറ്റി പറഞ്ഞ പ്രവചനം എന്ന് പറഞ്ഞാൽ പച്ചലയും കത്രിയാവുന്ന അങ്ങനെ പ്രവചിച്ച ഒരു പ്രവാചകനുണ്ടായിരുന്നു. പ്രവാചകന് ഒരു കാര്യം വന്നപ്പം ഗർഭിണിയായ മോക്ക് കാല് മടക്കി ഒരു ഒറ്റ ഹെട്ടി കൊടുത്തു. കാല് മടക്കി ഒറ്റ തൊഴിയാണ് കൊടുത്തത്. പിന്നെ അവൾ പ്രസവിച്ചില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടായി, വ്യക്തികളെ പറ്റി എടുത്ത് പറയാത്തത് എല്ലാം അറിയാം. അടുത്ത ഒരു കുഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ട്, ഈ അപ്പൻ്റെ നിന്ന് രക്ഷപ്പെട്ട് ഇംഗ്ലണ്ടിൽ വന്നു. വിസയൊന്നും ഇല്ലാതെ ഒരു 10-20 വർഷമായി ഈ രാജ്യത്ത്. ഇപ്പോഴും എങ്ങനെയാണ് ജീവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. കേരളക്കരെ ഒരിക്കൽ വിറപ്പിച്ച ഒരു പ്രവാചകൻ്റെ കാര്യം ഞാനീ പറഞ്ഞത്. ഏതുണ്ടായിരുന്നു? സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള വിസ്ഡം ഉണ്ട്. ഏതുള്ള വിസ്ഡം ഇല്ല? കുഞ്ഞുങ്ങളെ വളർത്താനുള്ള വിസ്ഡം ഇല്ല. ഭാര്യയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള വിസ്ഡം ഇല്ല. അയലോക്കക്കാരനുമായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അറിയത്തില്ല. എംപ്ലോയ്മെൻറ്റ് ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത് അറിയത്തില്ല. ഫൈനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല. സ്പെക്ട്രം അനാലിസിസ് ഓഫ് വിസ്ഡം എന്നുള്ള സംഗതി മനസ്സിലാക്കാതെ നീ കടന്ന് സുവിശേഷം പ്രസംഗിച്ചു. You think God is going to take care of the entire your whatever it may be? Never. അതുകൊണ്ടാണ് പറഞ്ഞു, with all your wisdom, all you're getting, get wisdom. With all you're getting, get wisdom. If you don't have wisdom, ഈ പറഞ്ഞ കാര്യത്തിലല്ല. അപ്പം വില്യം കെയറി പോലുള്ള ആളുകളും ഈ രാജ്യത്തെ ഗ്രേറ്റ് സ്റ്റോൾവാർഡ്സ് അവർക്കെല്ലാം പറ്റിയ പ്രോബ്ലം എന്നറിയാമോ? 2 പ്രോബ്ലമാണ്. ഒന്നാമത്തെ പ്രോബ്ലം ഞാനീ പറഞ്ഞ വിസ്ഡം അനാലിസിസ്, അല്ലെ സ്പെക്ട്രം അനാലിസിസ് ഓഫ് വിസ്ഡം എന്ന സബ്ജക്റ്റ് അവർക്ക് പഠിക്കാൻ കഴിയാതെ പോയി. അപ്പോൾ പറ്റിയെന്താണ്? അവർക്ക് ശേഷം they faced only failure. ഞാനെന്തിനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയത്? നിങ്ങളുടെ ജീവകാലത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ you can call it a day. Call it a day means my work is over, did it. അതിനെന്താ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? വിസ്ഡം ഓഫ് ഗോഡ്. എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? നിങ്ങൾക്ക് അതില്ലല്ലോ. ഞാൻ നിങ്ങളെ കളിയാക്കല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് വേണം. എങ്ങനെ കിട്ടും? ഓൺലി ഫയർ ക്യാൻ സ്പാർക്ക് ഫയർ, അല്ലേ? അങ്ങനെ നമ്മൾ നിങ്ങളോട് പറയുന്നതിന് കം ടു അവർ വിസ്ഡം ക്യാമ്പ്. വി വിൽ ഇൻസ്റ്റിൽ ഗോഡ്സ് വിസ്ഡം ഇൻ ടു യു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ തലമുറ വിശുദ്ധ വേദപുസ്തകമാണ് പഠിപ്പിച്ചിരുന്നത്. അവർ പ്രസംഗിച്ച സ്റ്റേജിൽ ആര് കയറി വന്നു? തിയോളജിയൻ കയറി വന്നു. എന്തോ പറയാൻ? വേദപുസ്തകമാണെന്ന് പറഞ്ഞ് വേദപുസ്തകമല്ലാത്ത കാര്യം ദൈവത്തിന് വിരോധമായി വേദപുസ്തകമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ. ഞാൻ എൻ്റെ ഒരു വലിയ ലിസ്റ്റ് കഴിക്കാണ് ഇന്നിവിടെ വന്നു കേട്ടോ. ഒന്നും വായിക്കാൻ പോകുന്നില്ല. ഇപ്പം പ്രിസൈസായിട്ട് പറയാൻ തുടങ്ങിയാൽ ഈ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പറയുന്നതിൽ ഒരു വലിയ ശതമാനവും ദൈവത്തിന് വിരോധമായി, ദൈവവചനത്തിന് വിരോധമായി, ദൈവം ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം മാത്രം ഓടിച്ച് പറഞ്ഞേക്കാം. അത് അവനോട് പറഞ്ഞു,
ഈ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന് തിന്നുന്ന ആൾ നീ മരിക്കും. അവർ തിന്നു. എന്നിട്ട് അന്ന് മരിച്ചോ? മരിച്ചില്ല. എന്തുകൊണ്ട് മരിച്ചില്ല? ചേട്ടാ കഷ്ടമായല്ലോ. അപ്പം നിങ്ങളുടെ ദൈവത്തിന് പറഞ്ഞാൽ വാക്ക് പാലിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പം നമുക്കെന്ത് ചെയ്യാം? അവൻ ആത്മീയമായി മരിച്ചല്ലോ. ആത്മീയമായി മരിച്ചല്ലോ. ഇത് തിന്നുന്ന ആളിൽ ആത്മീയമായി മരിക്കുമെന്ന് ദൈവം പറഞ്ഞോ? ഇല്ല. ദൈവം പറയാത്ത കാര്യം ദൈവം പറഞ്ഞത് ദൈവത്തിന് വിരോധമായി കള്ളം പറയാൻ നിനക്ക് ആരാ ഈ കപ്പാസിറ്റി തന്നത്? കമോൺ. ദൈവം പറയാത്ത കാര്യം ദൈവം പറഞ്ഞത് ദൈവത്തിന് വിരോധമായി ഈ കള്ളത്തരവൻ ആരാ പറഞ്ഞത്? ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞിറക്കുന്ന ഈ സംഗതികളിൽ എത്ര ശതമാനമുണ്ട് ബിബ്ലിക്കൽ? ബൈബിള് വായിച്ച ആർക്കും ഈ പ്രോബ്ലം ഇല്ല. പക്ഷെങ്കിൽ തിയോളജി പഠിച്ചവർക്കോ, സായിപ്പിൻ്റെ വ്യാഖ്യാനശാസ്ത്രം പഠിച്ചവർക്കോ പറഞ്ഞിറക്കുന്ന മുഴുവൻ എന്തുവാ? വില്യം കെയ്രിയുടെ കാലത്തും പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കറിയാം, ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. അവർ വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിച്ചു. അവരുടെ തലമുറയ്ക്ക് ശേഷം എന്തല്ല ഫോളോ ചെയ്യുന്നത്? തിരുവെഴുത്തല്ലാതെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് എന്താ ഉത്തരവാദിത്വം? വല്ല ഉത്തരവാദിത്വമുണ്ടോ? ഗോഡ് കാൻ ഡു ഇറ്റ്. ഗോഡ് കാൻ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഇപ്പം ഞാൻ ആൻസർ പ്രിസൈസായിട്ട് പറഞ്ഞാൽ, നമുക്ക് ദ 7-fold സ്പെക്ട്രം അനാലിസിസ് ഓഫ് ദ വിസ്ഡം ഓഫ് ഗോഡ് എന്നുള്ളത് നമ്മൾ പഠിച്ച് നമ്മുടെ തലമുറകൾക്കൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പറ്റുന്ന എന്താണ്? അവർ നമ്മളെക്കാട്ടിൽ തീഷ്ണ വിശ്വാസത്തിൽ നിലനിൽക്കും. നേരെ മറിച്ച് നമ്മൾ ഈ പറയുന്നത് ചുടുക്കാര ഉണ്ടല്ലോ, ഇമോഷൻസിൽ ബേസ് ചെയ്യുക റിലിജിയനെ. നോ ഫീലിംഗ് ഈസ് പെർമനൻറ്റ്. ആ ഇമോഷൻ അങ്ങ് പോയി, ക്രിസ്ത്യാനിറ്റിയും പോയി. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിൽ എന്തുവാ? ഇമോഷനോ? ഇല്ലയോ? അല്ല വേറെ ഒന്നുമില്ലല്ലോ. കണ്ടന്റ് ഉണ്ടോ? സ്റ്റാഫുണ്ടോ? വിസ്ഡമുണ്ടോ? ഇല്ലല്ലോ. തിരിച്ച് നമ്മുടെ കാലത്ത് ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിസ്ഡം മനസ്സിലാക്കിയിട്ട് വിസ്ഡം എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ക്രിസ്ത്യാനിറ്റി തിരിച്ചു കൊണ്ടുപോകുമ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പുറകിലല്ല, മുന്നേ നിൽക്കും. എന്തിനു വേണ്ടി? കുഞ്ഞുങ്ങളെ ഏറ്റവും ആകർഷിക്കുന്ന ഇൻ്റലക്റ്റാണ്. എഗ്രി വിത്ത് മീ? ഇമോഷൻസ് അല്ല, പെറ്റി ഫീലിങ്സ് അല്ല, ഇൻ്റലക്റ്റാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കുറേ പേര് സയൻസ് പഠിച്ചവരാണല്ലോ. നിങ്ങൾ പഠിച്ച സയൻസിനെ പറ്റി നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉണ്ടോ? ഒരു സംശയമില്ലല്ലോ. കമ്പ്യൂട്ടർ നോളജിനെ പറ്റി സംശയമുണ്ടോ? നേഴ്സിങ്ങിനെ പറ്റി സംശയമുണ്ടോ? എന്തുകൊണ്ട്? യൂസ്ഡ് യുവർ ബ്രെയിൻസ്, ഇൻ്റലക്റ്റ് അല്ലേ? ക്രിസ്ത്യാനിറ്റി എവിടെ കർത്താവും ശിഷ്യന്മാരും ബേസ് ചെയ്തത്? ഇൻ്റലക്റ്റിൽ. ഇമോഷൻസിലാണോ? ഓ ശവം കൊണ്ടുവരൂ, ഞാനത് ട്രീറ്റ് ചെയ്യട്ടെ എന്നുള്ള ആ ഇമോഷനിലാണ് നിങ്ങൾ മെഡിസിൻ പഠിക്കാൻ പോയത്? ആണോ? ആ കീബോർഡ് ഒന്ന് കൊട്ടി നോക്കട്ടെ എന്നുള്ള ഫീലിങ്ങിലാണ് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയത്? അല്ലല്ലോ. ഇമോഷൻസൊക്കെ മാറ്റി വെച്ചിട്ട് ഇൻ്റലക്ച്വലിൻ്റെ ബേസിൽ ക്രിസ്ത്യാനിറ്റി കൊണ്ടുപോവാ. അപ്പോൾ നിങ്ങൾക്കറിയാം, thousands of people following you. That is the wisdom of God. അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഈ പ്രോബ്ലം ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ആ ഇഷ്യൂ ആണ്. Am I clear enough? I didn't complete your answer, I know that. പക്ഷേ ഒരു സീരീസ് ഓഫ് ക്ലാസ്സസിൽ കൂടെ നമ്മളത് അക്കംപ്ലീഷ് ചെയ്യുന്ന ആൻസറാണ്. ഓക്കെ, താങ്ക് യു. How can we discriminate between the worldly love and the biblical love? Worldly love and biblical love. Yeah. Okay. അക്കവറ്റക്കാ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം പിന്നെ ബാക്കിയുള്ളതെല്ലാം വേൾഡിലി ആണല്ലോ. ഒന്ന്, ഒരാൾ വേറൊരാളോട് പറയാം, എവ്രിതിങ് ദാറ്റ് ഐ ഹാവ് ബിലോങ്സ് ടു യു. എവ്രിതിങ് ഐ ഹാവ് ബിലോങ്സ് ടു യു. വാട്ട് വാസ് ഹെവൻസ് വെരി ബെസ്റ്റ്? അതിനെ കവിതൊന്നും ഇല്ലായിരുന്നല്ലോ. You can have my son. You can have my son. തൻ്റെ ഏകനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ അവനെ നൽകുവാൻ തക്കവണ്ണം. That is the first meaning of it. Second is, everything I have, you have access to as much as I have access to. ഇപ്പം ചില അപ്പച്ചന്മാരുണ്ട് കേട്ടോ, അവർ കൊടുക്കാമെന്ന് പറയത്തേ ഉള്ളൂ, കൊടുക്കത്തില്ല. മനസ്സിലായോ? പണ്ട് സ്ത്രീധനം പറഞ്ഞ് ഓർക്കുന്നല്ലോ, 25 സെൻറ്റ് 25,000 രൂപയും 3 പവനും ഞാൻ
തരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുകയാണ്. അത് വാക്കാണ്. ആ വാക്കിനൊരു മാറ്റവുമില്ല. എന്തിനാ മാറ്റമില്ലാത്തത്? വാക്കിനാണ്. വാക്ക് പറഞ്ഞല്ലോ. വാക്ക് മാറിയോ? വാക്ക് മാറിയില്ല. കൊടുത്തോ? അത് കൊടുക്കുകയില്ല. അപ്പോൾ സെക്കൻഡ്, ഒന്ന് ദ പ്രോമിസ്, full access. Number 2, your full access. Number 3, a return. I expect everything you have should belong to me. നിനക്കുള്ള സകലതും എൻ്റേതാണെന്ന് എഴുതി തരാൻ പറയാൻ നിനക്ക് കഴിയുമോ? That is the third meaning of it. And the fourth meaning, now you will come to an elevation where you will be in a position where you can live without me. നമ്മൾ എടുക്കപ്പെട്ടു, കാഹളം ധരിച്ചു, കർത്താവിൻ്റെ സന്നിധി ചെന്നു, കുഞ്ഞാൻ്റെ കല്യാണം കഴിഞ്ഞു, പ്രവചിച്ചു, നമ്മൾ കുഞ്ഞാറിനോട് ചേർന്നു. നമ്മുടെ ഇറ്റേണിറ്റി ആരംഭിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? പിന്നെ പ്രാർത്ഥിക്കുമോ? ഇല്ല. വിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞില്ല. ഇനി എന്താ വിശ്വസിക്കേണ്ടത്? ഇല്ല. നമ്മൾ ദൈവത്തോട് എന്നെ ഒന്ന് സഹായിക്കണോ, എനിക്ക് തീരെ എഴുന്നേക്കാൻ വയ്യ എന്ന് പറയുമോ? എൻ്റെ ഇന്ന കാര്യം നടത്തി തരണമെന്ന് പറയുമോ? ദൈവം ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ വരെയും നമ്മളെ കൊണ്ടുപോയി അവനോട് സദൃശന്മാരാക്കുക. ഇത്രയാണ് ഏതിൻ്റെ അർത്ഥം? അക്കവറ്റക്ക, നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. ഈ അർത്ഥത്തിലാണോ ലോകത്തിൽ ഏതെങ്കിലും സ്നേഹം? ആണോ? ചേട്ടാ, പ്രീഡിഗ്രി തോറ്റ പെണ്ണിനെ ഈ കമ്പ്യൂട്ടർ സയൻസുകാരൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്തിനാ? അവൾ അപ്പൻ്റെ ഒത്തിരി പൈസ ഉണ്ടെന്ന്. ഇല്ലയോ? ആരെയാണ് സ്നേഹിച്ചത്? ഈ പത്തി തോറ്റ പെണ്ണിനെയാണോ? അല്ലല്ലോ. ഐ ലവ് ഫിഷ് ഫ്രൈ. അപ്പം അടിച്ച് തീർക്കുകയാണല്ലേ. അവിടെ സ്നേഹത്തിൻ്റെ അർത്ഥം എന്തുവാ? ഓക്കെ, ടു കം ബാക്ക്, ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കിനും ബൈബിളിലെ അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു വേർഡാണ് ബൈബിളിൽ സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്. കുഞ്ഞെ, സ്നേഹമെന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഇതാണ്. ഏതല്ല, മറ്റേ ഇറോസ് ഉണ്ടല്ലോ. എനിക്ക് ആ പെണ്ണിനെ കണ്ടപ്പം, ചെറുക്കനെ കണ്ടപ്പം തോന്നിയത് ആ ഇറോട്ടിക് ഫീലിങ്. ആ പാവത്തിനെ കണ്ടപ്പം സഹായിക്കണമെന്ന് തോന്നിയ നിൻ്റെ അഗാപ്പായുണ്ടല്ലോ. പിന്നെ കൊള്ളാം, ഇയാളുടെ ഫ്രണ്ട്ഷിപ്പ് കൊള്ളാം എന്ന് തോന്നിച്ച ആ ഫിലോ ഉണ്ടല്ലോ. ഇതൊന്നുമല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്ന സ്നേഹം. ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. Then the thing is over. Did I answer your question, Mom? Praise Lord, Pastor. Yes. I'm so humbled to be in front of you to answer questions face to face, because it's always been watching your videos. So I don't know whether it's the right question to ask, but I've had this doubt for a while. In Luke chapter 3, verse number 11, it says, I need baptize you with water unto repentance, but he that cometh after me is mightier than I, whose shoes I am not worthy to bear. He shall baptize you with the Holy Ghost and with fire. So I've heard preachers and pastors preaching with this verse, saying that you get baptized with Holy Ghost and baptized with fire. So my question is, it says in the next verse, whose fan is in his hand, and he will thoroughly purge his floor and gather his wheat into the garner, but he will burn up the chaff with unquenchable fire. Is that the same fire it's talking about in verse number 11 in the original scriptures, saying that this baptism with fire is to come rather than to be received now? Or is it saved for the unwicked or the wicked people in the later life? ഞാൻ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റിലെ ആ ബൈബിളിലെ മീനിങ് പറയാം. അത് ഒരു ലാർജ് മെജോറിറ്റി ആളുകൾക്കും അക്സെപ്റ്റബിളായൊരു മീനിങ് അല്ല, അല്ലെങ്കിൽ ഒരു ആൻസർ അല്ല. അതിങ്ങനെ, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മാനസാന്തരത്തിന് വേണ്ടി സ്നാനപ്പെടുത്തുന്നതേ ഉള്ളൂ, പക്ഷേ എൻ്റെ പിന്നാലെ വരുന്ന ആൾ നിങ്ങളെ പരിശുദ്ധാത്മാവ് എന്ന തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിലും തീയിലും എന്നല്ല, പിന്നെ പരിശുദ്ധാത്മാവെന്ന തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. ടബാലാണ് സ്നാനം. ഒറിജിനൽ ഹീബ്രു ടബാൽ. അപ്പം സ്നാനമെന്ന് പറയുമ്പോൾ ഒന്ന്,
നീ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയി, അല്ലെങ്കിൽ വെള്ളം കംപ്ലീറ്റ് നിൻ്റെ മണ്ടയ്ക്കായി. കേട്ടല്ലോ. ഇനി നമുക്ക് സഹ്യോൻ മാളിയ മുറിയിലൊക്കെ പോകാം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് ഓരോരുത്തൻ്റെ മണ്ടയ്ക്ക് അങ്ങ് വന്ന് വീണു. അപ്പോൾ ഈ ആളുകൾ എന്തിൻ്റെ അടിയിലായി? ഇതിൻ്റെ അടിയിലായി, ഇല്ലേ? എന്തിനായി തീ ഇറങ്ങുന്നത്? തീ ഇറങ്ങിയതിൻ്റെ പല പർപ്പസസ് ഉണ്ട്. ഒന്ന്, ബേൺ ചെയ്യാൻ. രണ്ട്, പേർജ് ചെയ്യുന്നതിനാണ്. മൂന്ന്, എംപവർ ചെയ്യുന്നതിനാണ്. നാല്, റീഫോം ചെയ്യുന്നതിനാണ്. ഈ 4 പ്രവൃത്തികളും പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതാണ് എന്ത്? ആത്മസ്നാനം എന്ന് പറയുന്നത്. അപ്പം എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് എന്നതീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഇനിയും അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല, വീശമുറകം അവൻ്റെ കയ്യിലുണ്ട്. ഈ കളത്തെ അവൻ വെടിപ്പാക്കും കുറച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇതിനകത്ത് പിന്നെയും കിടക്കുക കുറേ ഏത്? അവിടെ കൊണ്ട് കൂട്ടി വെക്കാൻ യോഗ്യതയില്ലാത്തത്. മനസ്സിലായോ? അതിനെങ്ങനെയൊക്കെ മനസ്സിലാകാം? ഒരു പുള്ളി വന്ന് പറഞ്ഞു, അയ്യോ എന്നെ അറിയത്തില്ലയോ, ഞാനല്ലയോ പ്രസംഗിച്ചു പ്രാർത്ഥിച്ച് ഭൂതങ്ങളെ പുറത്താക്കി. അത് ശരിയാ, പിന്നെ നിൻ്റെ സന്നിധി തിന്നുകയും കുടിക്കുകയും ചെയ്ത് ഈ തിരുവത്താരം കൊണ്ട് നടന്നു കൊടുത്ത കാര്യം പറയുന്നത്. എടാ, ഇതൊക്കെ നീ ചെയ്ത് ശരിയാ, പക്ഷെ ഞാൻ നിന്നെ അറിയുന്നില്ല. ഇതാരോടാ പറഞ്ഞത്? പ്രസംഗിക്കുക, പ്രാർത്ഥിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, ഇതെല്ലാം ആരുടെ ജോലിയാ? പാസ്റ്റർമാരുടെ ജോലിയാണ്. അപ്പം സ്വർഗത്തിൽ പോകാൻ സാധ്യത ഏറ്റവും കുറവുള്ള കാറ്റഗറി ആരാ വന്നതിപ്പം? എന്തോ ഒരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. അത് കർത്താവ് ചെയ്യുന്ന വേറൊരു പ്രവൃത്തിയാണ്. ഏതാ? വീശുമുറം കയ്യിലുണ്ട്, കളത്തെ വെടിപ്പാക്കി പതിർക്കരുതാത്ത തീയിലിടുന്നത്. അത് വേറൊരു സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി. ഇതോ പരിശുദ്ധാത്മാവെന്ന തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്ന മറ്റൊരു പ്രവൃത്തി. പക്ഷെങ്കിൽ ആ മൂലഭാഷയിൽ കർത്താവ് പറഞ്ഞെടുത്ത് പോയി താൻ പറഞ്ഞതെന്താണെന്നും മത്തായി എഴുതിയെന്താണെന്നും തിരിച്ചറിയാൻ കഴിയാഞ്ഞ ഒരു വലിയ കാലഘട്ടം നമ്മുടെ പിന്നിലുണ്ടായിരുന്നു. ലോങ് ഇയേഴ്സ്, സെഞ്ച്വറീസ്. അപ്പോൾ പറ്റിയതെന്നറിയാമോ? പരിശുദ്ധാത്മാവുകൊണ്ട് സ്നാനം കഴിപ്പിക്കും, തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. ദാ ഇവിടെ ഞങ്ങളൊരു വിങ്ങ് കൂടിയിരിക്കുകയാണ്, ഫയറിൻ്റെ ഒരു വിങ്ങുണ്ടാക്കിയിട്ട് വരുവീൻ. പിന്നെന്തോ നടക്കുന്ന ചാടിക്കളിയുടെ കൊച്ചുരാമ, കാട്ടിൻ മരത്തിൻ കൊമ്പുകൾ തോറും കയറാം, മറിയാം, ചാടാം എന്ന് വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമാണ്. അതെന്താ വ്യാപാരം? എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ തിരുവെഴുത്ത് അത് എഴുതിയ ഭാഷയിൽ, എഴുതിയ വേർഡ്സിൽ, എഴുതിയ പശ്ചാത്തലത്തിൽ, എഴുതിയ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയാഞ്ഞൊരു ദീർഘകാലം നമുക്കുണ്ടായിരുന്നു. ലോങ് ടൈം നമുക്കുണ്ടായിരുന്നു. അന്ന് നമുക്ക് കയറി കൂടി വന്ന ഒരുപാട് റോങ് ഇൻഫർമേഷൻ ഇപ്പോഴും നമ്മിൽ ബാക്കി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആണ് ഈ സംഭവം ഉണ്ടായത്. ഓക്കെ, താങ്ക് യു. ഇപ്പം ഇവിടെ അറ്റൻഡ് ചെയ്തവർക്ക്, ആത്മാർത്ഥമായിട്ട് അറ്റൻഡ് ചെയ്തവർക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, ഈ 7-fold വിസ്ഡത്തിലേക്ക് വരണം. ഓക്കെ, അതിനാണ് നമ്മളിനിയും ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാൻ പോകുന്നത്. ബട്ട് നമുക്ക് ഇന്ന് മുതൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങാൻ കഴിയും? ഈ ഒരു 7-fold വിസ്ഡത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങളുടെ ലൈഫിൽ അത് പ്രാർത്ഥിക്കാൻ കഴിയും. ഈസി സൊല്യൂഷൻ പറയാം. ഈ ലോങ് ആൻസർ എന്ന് പറയാതെ, ഒരുത്തന് ജ്ഞാനം കുറവായി എന്ന് തോന്നിയാൽ ഫലസിക്കരുത്. ഔദാര്യമായിട്ട്, അതായത് ചോദിക്കുന്നതിനപ്പുറമായിട്ട് ഒരു കാര്യത്തിൽ മാത്രമേ ദൈവം മറുപടി തരത്തുള്ളൂ: ജ്ഞാനം. ഈ ജനത്തിൻ്റെ മുമ്പ് നിൽക്കാനുള്ള ഒരു കറി തരണം എന്ന് പ്രാർത്ഥിച്ചുള്ളൂ. കൊടുത്തതോ ലോകത്തിലൊരു മനുഷ്യർക്കും ഇല്ലാത്ത ജ്ഞാനം ഞാൻ തരാൻ പോകുമെന്ന് പറഞ്ഞു. ഇന്ന് വൈകിട്ട് പോയി തറയെ മുട്ടുകുത്തിയിരുന്നിട്ട്, ലോർഡ് ഐ വാണ്ട് ദ വിസ്ഡം ഓഫ് ഗോഡ് ടു ബി ഡോൺഡ് അപ്പോൺ മീ. ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ചോദിക്കേ, വിതിൻ നോ ടൈം യു വിൽ see changes. You will see changes happening in your life. കാരണം ബാധ്യതയാണ്. ഹീലിംഗ് ചോദിച്ചു, ഇപ്പം ഹീലിങ്ങിന് സൗകര്യമില്ലെന്നേ. ജോലി ചോദിച്ചു, ഇപ്പം തരാൻ പറ്റത്തില്ലെന്നേ. കാർ ഇപ്പം വേണ്ടെന്നേ. ഒരു കാര്യം മാത്രം മുടക്കാൻ പറ്റത്തില്ല. ഏത് കാര്യം? നീ ചോദിച്ച വിസ്ഡമാണ്. ദൈവം വിസ്ഡം തന്നില്ല, അതുകൊണ്ട് അടുത്ത വിഷയത്തിൽ നീ ഫൂളിഷായിട്ട് പെരുമാറി. ആരാ ഉത്തരവാദി?
because God didn't give you wisdom. You asked. Suppose you didn't ask. God is not responsible. But now you have asked. Got the point? Now you have asked. ഇല്ലേ, നമ്മളേതായാലും കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. നിങ്ങൾ വല്ലതും വിചാരിക്കും ഈ പാസ്റ്റർ വേദപുസ്തകം എടുത്തൊന്ന് വായിക്കും, ചുമ്മാ ലൗകിക ജ്ഞാനം പറഞ്ഞു പോവുകയാണ്. അങ്ങനെ എന്നെ പറ്റി പറയാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. No time. Please open your Bibles with me. As fast as you can. Come to the book of Proverbs. Proverbs നമ്മുടെ ബൈബിളിലുണ്ടെങ്കിൽ എല്ലാവരുടെയും ബൈബിളിൽ chapter 8. Come on. എടുത്തോ? Yes. Chapter 8 verses number 33 മുതൽ ഞാൻ വായിക്കാൻ പോവാം. പ്രബോധനം കേട്ട് ബുദ്ധിമാനായിരിപ്പീൻ, അതിനെ ത്യജിച്ചു കളയരുത്. ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്കനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. നോക്കിയേ, നിങ്ങളെല്ലാം നമ്മൾ വിദേശ താമസിക്കുന്നവരാണല്ലോ. നമ്മളൊരു മാസം അവധിക്ക് നാട്ടിൽ പോയി. ഒരുപാട് പേരെ കാണാൻ വരും. നമ്മുടെ വർഗീസ് പാസ്റ്റൊക്കെ പോകാൻ ചെല്ലുകയാണെങ്കിൽ 1000 പേര് കാണാൻ വരും. കാരണം പല കാര്യമുണ്ട്. ഒന്നാമത്തെ പാസ്റ്റർ വിദേശത്തൊക്കെ വരികയല്ലയോ, നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ. ശരിയല്ലേ പാസ്റ്റർ? നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ പോകത്തില്ലല്ലോ എന്നുള്ളതാണ് വരുന്നത്. കൈ കൂടെ കിട്ടിയപ്പോൾ അവർ പോവുകയും ചെയ്യും. സപ്പോസ് എല്ലാ ദിവസവും ഒരു തെണ്ടി വരും. തെണ്ടി, സാറേ വിശക്കൊന്നും കഴിച്ചിട്ടില്ല, ഒരു 5 രൂപ കൊടുത്തു, ഇവൻ പോയി. പിറ്റേ ദിവസം രാവിലെ ഇവൻ വന്നു, സാറേ ഒരു 5 രൂപ കൊടുത്തു. 4 ഉണ്ടെന്ന് പറഞ്ഞു. പാസ്റ്റർ ചോദിച്ചു, എടാ നിനക്ക് 3 ദിവസം ഞാൻ തന്നില്ലയോ? അത് അന്ന് തന്നെ തീർന്നു സാർ, ഇന്നത്തെ കഴിക്കാനില്ല. അന്നും കൊടുത്തു. ഈ ഒരു മാസം എല്ലാ ദിവസവും വരും കേട്ടോണേ. ഹോളിഡേയ്സ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇങ്ങനെ വന്നു. നമ്മളെ കാണാൻ വന്ന 100 കണക്കിന് ആളുകൾ നമ്മൾ മറന്നുപോയി, ഓർത്തിരിക്കത്തില്ല. പക്ഷെ ഒരുത്തന്നെ ഓർത്തിരിക്കും. ആരാത്? ഈ തെണ്ടി. എന്താ അവനെ ഓർക്കാൻ കാര്യം എന്താ? അവൻ ഡെയിലി വരുമായിരുന്നു കേട്ടോണേ. ഇവിടെ ജ്ഞാനമായവൾ വിളിച്ച് പറയുക. യേശു ക്രിസ്തുവിനെ പറ്റി അവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. ഒരുത്തൻ ദിനം പ്രതി എൻ്റെ വാതിൽ കാവൽക്കൽ വരും. എന്നിട്ട് ഇങ്ങനെ നോക്കും, ഞാൻ എവിടെ വരുന്നത്? ജനലിൻ്റെ അവിടെ നോക്കും, കഥകിൻ്റെ അവിടെ നോക്കും, ജനലിൻ്റെ അവിടെ നോക്കും. കണ്ട സോറേ എന്താ വേണം? വിസ്ഡമില്ല. ഇന്നലെ തന്നത് ഇന്നലത്തെ കാര്യങ്ങൾക്ക് ചിലവഴിച്ചു. ഇന്നലെ ജോലിക്ക് പോകണമായിരുന്നു, നല്ലൊരു കൂട്ടാൻ വെക്കണമായിരുന്നു, കുഞ്ഞിൻ്റെ ഫീസ് കൊണ്ട് കൊടുക്കണമായിരുന്നു, കാശ് കിട്ടിയത് കൊണ്ട് ഇച്ചിരി കടം വീടണമായിരുന്നു, ഇച്ചിരി വിസ്ഡം കൊണ്ട് അതെല്ലാം തീർത്തു. ഇന്ന് ജീവിക്കാൻ എനിക്ക് വിസ്ഡമില്ല എന്നത്തേക്കും തന്നു. നാളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന എന്തുവാ? ഗോഡ് ഗീവ് മീ വിസ്ഡം ഓഫ് ദ ഡേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 ഇവൻ മരിച്ചു. ന്യായവിധി ദിവസം വന്നു, എല്ലാവരും നിൽക്കുക. അപ്പോഴാണ് പാസ്റ്റർ വരുന്നത്. പാസ്റ്ററോട് എന്താ പറഞ്ഞു? ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. മൂപ്പനോട് എന്താ പറഞ്ഞു? അത് ശരിയാ, നീ ആ തീരത്താഴം കൊടുത്തൊക്കെ ശരിയാ, പക്ഷെ ഞാൻ നിന്നെ അറിയുന്നില്ല. അപ്പം താണ്ട് നമ്മുടെ പഴയ തെണ്ടക്കാരൻ വരുന്നു. എനിക്ക് നിന്നെ അറിയാം. എങ്ങനെ അറിയാം? ദിനം പ്രതി എൻ്റെ വാതിൽ കാവൽക്കൽ നീ ഇങ്ങനെ എന്നെ എന്തോ കാത്തു നിൽക്കുക. ഗീവ് മീ വിസ്ഡം ഓഫ് ദ ഡേ, വിസ്ഡം ഓഫ് ദ ഡേ, വിസ്ഡം ഓഫ് ദ ഡേ, വിസ്ഡം ഓഫ് ദ ഡേ. നിങ്ങളുടെ നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ക്യാച്ച് വേർഡായിട്ട്, ഹിറ്റായിട്ട്, ചലഞ്ചായിട്ട് നിങ്ങൾ നിർത്തി നോക്കിയേ. ഫാദർ ഗീവ് മീ ദ വിസ്ഡം ഓഫ് ദ ഡേ. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ട് രാത്രി പ്രാർത്ഥിക്കുന്നത് തിരിഞ്ഞു നോക്കണം. നിങ്ങളന്ന് മണ്ടത്തരമെല്ലാം വരുത്തിയിട്ടുണ്ടെന്ന്. പരിശുദ്ധാത്മ പറഞ്ഞു, മണ്ടത്തരം കാണിക്കാൻ ഞാൻ നിന്നെ അനുവദിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ്, ആത്മാവ് നിൻ്റെ വിഷയങ്ങളിൽ ഇറങ്ങി വന്ന് നിന്നെ ഗൈഡ് ചെയ്തു. അതുകൊണ്ട് നീ മണ്ടത്തരം കാണിച്ചില്ലെന്ന്. നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒറ്റ വിഷയം വിവരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ബാക്കി എല്ലാ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കും.